ഈ കാണ്ഡഹാറിലെ പാക് ആക്രമണത്തിൽ ഒരു അഫ്ഗാൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബ്യൂറോയിൽ കിട്ടിയിരിക്കുന്നത്? SKN ഒരു ഇടവേളയ്ക്ക് ശേഷം 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ രാവിലെ കാണ്ഡഹാറിൽ പാകിസ്ഥാൻ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. അത് സാധാരണക്കാർ താമസിക്കുന്ന ജനവാസ മേഖലകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 12 പേർ മരിച്ചതായി അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഈ ഒരു ആക്രമണത്തിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന മാധ്യമപ്രവർത്തകൻ അബ്ദുൾ ഗഫൂർ ആബിദിയാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ തവാബ് അർമാന് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കേറ്റ് ഇയാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം മനഃപൂർവ്വം ഇവരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് സ്വതന്ത്ര മാധ്യമപ്രവർത്തകരുടെ സംഘടന ആരോപിക്കുന്നത്. ഇതിനെ ശക്തമായ ഭാഷയിൽ സംഘടന അപലപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതീവ രൂക്ഷമായ സാഹചര്യം കാണ്ഡഹാറിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ അഫ്ഗാനിസ്ഥാൻ നൽകിയിരുന്നു. സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുകയും പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ആയുധങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് 5:30 ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയിൽ എത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഈ വെടിനിർത്തൽ നടപ്പാക്കിയത് എന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയിക്കുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ വേളയിലാണ് പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ അഫ്ഗാനിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.